ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എന്ത് ചെയ്യുന്നു? ഫ്രീ ആണോ? നമുക്കൊരു തയ്യൽ പഠിച്ചാലോ? അപ്പോൾ നമുക്കിന്ന് പുതിയ ഡ്രസ്സാണല്ലേ ഇന്ന് പഠിക്കേണ്ടത്. നമ്മൾ ഇന്ന് ഇതുവരെ എത്ര ഡ്രസ്സുകൾ പഠിച്ചു? ഒന്ന് പെറ്റിക്കോട്ട് പഠിച്ചു, രണ്ട് അംബ്രല്ല ഫ്രോക്ക് പഠിച്ചു, സ്ലിറ്റഡ് ലൈനിങ് ടോപ്പ് പഠിച്ചു, ഷോർട്ട് ടോപ്പ് വിത്ത് പാകിസ്ഥാനി സ്ലീവ് പഠിച്ചു, ചുരിദാർ കട്ട് നൈറ്റി പഠിച്ചു, എയർലൈൻ ടോപ്പ് അല്ലേ വിത്തൗട്ട് ലൈനിങ് യൂണിഫോമിൻ്റെ. അപ്പം എയർലൈൻ ടോപ്പ് പഠിച്ചു. ഇനി അതിൻ്റെ ഒരു പാൻറ്റ് പഠിച്ചാലോ നമുക്ക്? ഓക്കെ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ. ഹൈപ്പ് കൂടി ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്കിനി അടുത്തത് ഏതാണ്? 7ാമത്തെ ഡ്രസ്സ് പഠിച്ചാലോ? ഓക്കെ. അപ്പോൾ നമുക്ക് 7ാമത്തെ ഡ്രസ്സ് പഠിക്കാം. 7ാമത് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു സ്ട്രെയിറ്റ് പാൻറ്റാണ്. അത് സ്മാൾ സൈസാണ്. അപ്പോൾ ഇതിൻ്റെ വലിയ സൈസ് ഞാൻ വീണ്ടും ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ചെറിയ കുട്ടികൾക്ക്, ഒരു ഹൈസ്കൂൾ ഗേൾസിനൊക്കെ ഇടാൻ പറ്റുന്ന സ്ട്രെയിറ്റ് പാൻറ്റ്, സാധാ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പാൻറ്റുകളിൽ തന്നെ വിവിധ തരം പാൻറ്റുകളുണ്ട് അല്ലേ. അപ്പം അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് ചെറുതിൽ നിന്ന് തുടങ്ങാം. 0ൽ നിന്ന് നമ്മൾ 1-ലെത്താൻ പോകുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് ചെറുതിൽ നിന്ന് 1-ലെത്താം. അപ്പോൾ നിങ്ങളും ചെറിയ സ്റ്റെപ്പുകളൊക്കെ വയ്ക്കുന്നുണ്ടോ? 0ൽ നിന്ന് 1-ലെത്തണമെങ്കിൽ എന്താണ്, ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ കയറണം അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം നിങ്ങൾ ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. അപ്പോൾ നിങ്ങളത് ശ്രമിക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഇത് കേട്ട് ഇങ്ങനെ നോക്കിയിരിക്കാതെ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി സ്ട്രെയിറ്റ് പാൻറ്റ് എങ്ങനെ കട്ട് ചെയ്യുന്നത്, അത് ഇലാസ്റ്റിക് പാൻറ്റാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു പാൻറ്റാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കാണുമല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ തുണിയെ 4ആയിട്ട് മടക്കി ഇട്ടേക്കുവാണ്. അപ്പം ഞാനിത് പേപ്പറിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റ് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കണം. സ്ട്രെയിറ്റ് പാൻറ്റ് എങ്ങനെ ആയിരിക്കുന്നത്? കേട്ടോ, ഇങ്ങനെ അല്ല, ഈ മോഡലിൽ 4ആയിട്ട് നമ്മൾ മടക്കിയിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ മോഡലാണ് ഇരിക്കുന്നത്. അപ്പം തുടക്കത്തിൽ തന്നെ നമുക്ക് ആവശ്യം എന്താണ്? ഈ വേസ്റ്റ് ഭാഗം അല്ലേ. വേസ്റ്റ് ഭാഗത്ത് നമുക്ക് എന്താണ്? ഇലാസ്റ്റിക് വെക്കണം അല്ലേ. അപ്പോൾ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടി നമ്മളവിടെ എത്ര ഇഞ്ച് കൊടുക്കണമെന്ന് അറിയാമോ? 1.5 ഇഞ്ച് എന്ത് ചെയ്യണം? ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടി കൊടുക്കണം. അതാണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, 1.5 ഇഞ്ച്. അതിനുശേഷം ആ 1.5 ഇഞ്ച് ശേഷമാണ് നമുക്ക് എത്ര ഇറക്കം വേണമെന്നുള്ളത് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. എനിക്കിവിടെ ആവശ്യം 38 ഇഞ്ച്. അപ്പോൾ ആദ്യം 1.5 ഇഞ്ച് നമ്മൾ എന്തിനു കൊടുക്കണം? ഇലാസ്റ്റിക്കിന് വേണ്ടി കൊടുത്തു. രണ്ടാമത് നമ്മൾ കൊടുക്കേണ്ടത് 38 ഇഞ്ച്. അതായത് നിങ്ങൾക്ക് ഇവിടെ എത്ര ഇറക്കമാണോ അത്ര ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റെഡി അളവായിട്ട് കിട്ടേണ്ടതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഒരു 2.5 ഇഞ്ചും കൂടി എന്ത് ചെയ്യണം? ഇവിടെ ഇടണം, ഈ ബോട്ടം ഭാഗത്ത്. അതെന്തിനാണെന്നോ? നമുക്ക് മടക്കി അടിക്കാനല്ലേ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആദ്യം നമ്മൾ ഇടേണ്ടത് തുണിയുടെ മുകളിൽ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. അതെന്തിനാണ്? ഇലാസ്റ്റിക്കിന്. സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ടത്, തുണി തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര ഇറക്കത്തിൽ ഈ പാൻറ്റ് കിട്ടണമെന്ന് നോക്കിയിട്ട് അതിൻ്റെ അളവ് ഇവിടെ 38 ഇഞ്ചാണ് ഞാനിവിടെ ഇടുന്നത്. അത് കഴിഞ്ഞ് കാല് മടക്കി അടിക്കാനും കൂടി 2.5 ഇഞ്ച്. അങ്ങനെ ടോട്ടൽ ഇത്രയും തുണിയാണ് നമ്മളിവിടെ ഇടേണ്ടത് കേട്ടല്ലോ. അപ്പം 42 ഇഞ്ച് ഇറക്കമാണ് ഞാനിവിടെ ടോട്ടൽ എനിക്ക് ഈ തുണിക്ക് കിട്ടേണ്ടത്. അതിനുശേഷം നമുക്ക് എന്താണ്? ഈ ഇലാസ്റ്റിക് പാൻറ്റ്, അതായത് ഇങ്ങനെ സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ക്കുന്നതിന് പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു അളവാണ് ഹിപ്പിൻ്റെ അളവ്. ഈ വേസ്റ്റിൻ്റെ ഭാഗത്തല്ല, ഹിപ്പ് ഈ വണ്ണം കൂടിയിരിക്കുന്ന ആ ഭാഗത്തെ അളവെടുക്കുക. ഇവിടെ കിട്ടിയിരിക്കുന്ന ഹിപ്പ് അളവ് എന്ന് പറഞ്ഞാൽ 32 ഇഞ്ചാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ എത്രയാണ് കിട്ടുന്നത് അത് വേണം നിങ്ങളിവിടെ എഴുതാൻ. ആ കിട്ടിയ അളവിനെ നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഭാഗിക്കണം. 4 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പം 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 8 ഇഞ്ച് കിട്ടി. ആ 8 ഇഞ്ച് മാത്രം നമ്മൾ ഇട്ടാൽ പോരാ, എത്രയും കൂടി ഇടണം? 2.5 ഇഞ്ച് ലൂസും കൂടെ ഇടണം. അപ്പോൾ ടോട്ടൽ 10.5 ഇഞ്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇവിടെ അടയാളപ്പെടുത്താൻ. അപ്പോൾ നമുക്ക് ഇവിടെ എത്രയാണ് അടയാളപ്പെടുത്തേണ്ടത്? 10.5 ഇഞ്ച്. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഇവിടെ നിന്ന് താഴേക്കുള്ള, അതായത് ഇലാസ്റ്റിക്കിൻ്റെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇതുവരെ ക്രോച്ച് ലെങ്ത് എന്താണ്? ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അളവിലുള്ള കറക്റ്റ് ഒരു പാൻറ് എടുത്തിട്ട് അതിൻ്റെ ക്രോച്ച് അളന്ന് നോക്കണം. അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമുക്ക് എത്ര ഇട്ടാൽ മതി? ഒരു 12.5 ഇഞ്ച് ഇറക്കം ഇട്ടാൽ മതി. അത് എന്തിനാണ്? ഇലാസ്റ്റിക്കിൻ്റെ അളവിന് ഈ 1.5 ഇഞ്ചിന് ശേഷം ഒരു 12.5 ഇഞ്ച് നമ്മളിവിടെ ഇടണം. എന്നിട്ട് അതേ അളവ് തന്നെ എന്താണ്? ഇവിടെ നിന്ന് ഈ 12.5 ഇഞ്ച് നമ്മളിവിടെ ഇറക്കം ഇട്ടല്ലോ. പിന്നെ വീണ്ടും ഇവിടെ എന്താണ്? 10.5 ഇഞ്ച് നമ്മളിവിടെ കൊടുത്ത് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് എന്നാണ് ഇങ്ങോട്ട് നീക്കി കൊടുക്കണം. എന്തിനാ? ഇവിടെ നമുക്കൊരു കർവ് കൊടുക്കണം അല്ലേ. ഇങ്ങനെയല്ലേ നമ്മൾ ഇലാസ്റ്റിക് പാൻറ്റിൻ്റെ മോഡല്. അങ്ങനെ കൊടുത്ത ശേഷം ഒരു ചെറിയ കർവ് നമ്മൾ കൊടുത്ത ശേഷം എന്ത് ചെയ്യണം?
പിന്നെ നമ്മൾ നേരെ എവിടെ പോകണം? ബോട്ടം ഭാഗത്തേക്ക് ചെല്ലണം. അവിടെ 2.5 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്ത് കൂടെ കൊടുക്കണം? വണ്ണം അല്ലേ? എന്നിട്ട് അതും ആ ഭാഗവും ഈ ഭാഗവും കൂടി ചേർത്ത് ഒരു ലൈൻ വരയ്ക്കുന്നു. ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ എന്ത് കഴിഞ്ഞു? സ്ട്രെയിറ്റ് പാൻറ്റിങ്ങിൻ്റെ അളവെല്ലാം ഇവിടെ കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇലാസ്റ്റിക് വെച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇനി പേപ്പറിൽ കൂടി നിങ്ങൾക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ക്ലോത്ത്, അതായത് തുണി എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നു. ഓക്കെ, അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? വീതിയിൽ എന്ത് ചെയ്യണം? 2ആയിട്ട് മടക്കുന്നു. മടക്കിയ ശേഷം പിന്നെ എന്താണ്? നീളത്തിലും 2ആയിട്ട് മടക്കണമേ. ഇങ്ങനെ കൂടി മടക്കുന്നു. ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നേ. അപ്പം ടോപ്പാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മുതലാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. പക്ഷേ ഇത് പാൻറ്റ് വന്നപ്പോൾ നമ്മളിതിനെ തിരിച്ചിടുന്നു. ഇവിടെ എന്താണ്? ഓപ്പൺ വശമായിരിക്കണം, ഇത് ക്ലോസ് ആയിരിക്കണം കേട്ടോ. ഇത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറച്ച് ക്ലോത്ത് കിട്ടും. ഇനി നീളം നമുക്ക് സ്ട്രേറ്റ് പാൻറ്റല്ലേ, അപ്പോൾ കുറച്ചുകൂടി നീളം വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്തുനിന്ന് ജോയിൻറ്റ് ചെയ്ത് ഇവിടെ വെക്കാൻ കഴിയും. അപ്പം ആദ്യം നമ്മൾ എത്രയാണ് അടയാളപ്പെടുത്തേണ്ടത്? ഒരു 1.5 ഇഞ്ച് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അടയാളപ്പെടുത്തണം? ഇലാസ്റ്റിക് അല്ലേ? അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് ഇലാസ്റ്റിക് അടയാളപ്പെടുത്താൻ വേണ്ടി വരച്ചു. അടുത്തത്, ഇനി നമുക്ക് എത്രയാണ് ഹിപ്പ് അളവ് കിട്ടിയത്? 32 ഇഞ്ച് അല്ലേ? 32 ഇഞ്ചിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 8 ഇഞ്ച് കിട്ടി. 8 ഇഞ്ചിനോട് നമ്മൾ എത്ര കൂടെ കൂട്ടി? 2.5 ഇഞ്ച് ലൂസും കൂടെ കൂട്ടി നമ്മളിവിടെ ഒരു ലൈൻ വരയ്ക്കണം. അത് ഈ 1.5 ഇഞ്ചിന് ശേഷം ഇവിടെ, എന്നിട്ട് ഇത് നേരെ ഇങ്ങോട്ടും കൂടി വരച്ച് വയ്ക്കുന്നു. ഇത്രയും മനസ്സിലായി കാണുമല്ലോ. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് എത്ര വരെയാണ് നമുക്ക് റെഡി അളവായിട്ട് കിട്ടേണ്ടത്? 38 ഇഞ്ച്. അവിടെ ഇവിടെ വരെ 38 ഇഞ്ച്. ഇതാണ് നമുക്ക് പാൻറ്റ് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഭാഗം, 38 ഇഞ്ച്. താഴേക്ക് എത്രയും കൂടി അടയാളപ്പെടും? ഒരു 2.5 ഇഞ്ച് നമുക്ക് ബോട്ടം മടക്കി അടിക്കാനും കൂടെ ഇടണം. അങ്ങനെ ടോട്ടൽ നമ്മളിവിടെ 42 ഇഞ്ച് ഇറക്കമാണ് നമുക്ക് കിട്ടേണ്ടത്. ഒന്നുകൂടെ പറയുന്നത്, ഇത് ഇലാസ്റ്റിക് വയ്ക്കാൻ, ഇത് റെഡി അളവ്, ഇത് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ക്രോച്ച് ലെങ്ത്. ഇവിടെ നമുക്ക് എത്ര ക്രോച്ച് ലെങ്ത് കിട്ടിയത്? 12.5 ഇഞ്ച് അല്ലേ? അപ്പം 12.5 ഇഞ്ച് നമ്മൾ ഈ ഭാഗത്തുനിന്ന്, ഇവിടെ നിന്നല്ല ഈ ഭാഗത്തുനിന്ന് താഴേക്ക് എടുക്കുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് എത്രയാണ്? 10.5 അല്ലേ? ആ 10.5 ഇവിടെ ഒന്നുകൂടെ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഇവിടെ ചെറിയൊരു ലൈൻ കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു 2 ഇഞ്ചും കൂടി കൊടുക്കണം. അതെന്തിനാണ്? നമുക്കിവിടെ ഒരു കർവ് വരയ്ക്കണം അല്ലേ? അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ബോട്ടത്തിലേക്ക് വരുന്നു. ഈ ഭാഗത്ത് നമുക്ക് എത്രയാണ്? ഇവിടെ ഒരു 6, 7 അല്ലെങ്കിൽ 8 ഇഞ്ച് അല്ലേ? എന്നിട്ട് ഇവിടെ താഴോട്ട് ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? എന്നിട്ട് ഈ ഭാഗവും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? യോജിപ്പിച്ച് കൊടുക്കണം അല്ലേ? അപ്പം നമുക്ക് എന്തും ഒരു പാൻറ്റിൻ്റെ മോഡൽ ഒന്നും കൂടി പറയാം. ഇവിടെ നിന്ന് ഇതുവരെ 1.5 ഇഞ്ച് ഇലാസ്റ്റിക് അടിക്കാനും, അതിനുശേഷം ഇവിടെ നിന്ന് ഇതുവരെ 38 ഇഞ്ച് റെഡി അളവും, ഇവിടെ 2.5 ഇഞ്ച് എന്തിനാണ്? നമുക്ക് ബോട്ടം മടക്കി അടിക്കാൻ. അങ്ങനെ ടോട്ടൽ 42 ഇഞ്ചാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഹിപ്പിൻ്റെ അളവാണ് എടുക്കേണ്ടത്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2.5 ഇഞ്ച് ലൂസ് കൂടെ കൂട്ടണം. ആ അളവാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തേണ്ടത്. പിന്നെ ഈ ഭാഗത്തുനിന്ന് ഇതുവരെ അടയാളപ്പെടുത്തിയത് ക്രോച്ചിൻ്റെ ഇറക്കമാണ്, അത് 12.5 ഇഞ്ച്. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും ഇവിടെ ഒരു 10.5 ഇഞ്ച് എടുത്ത് അടയാളപ്പെടുത്തിയ ശേഷം എന്ത് ചെയ്യണം? ഇവിടെ ഒരു ലൈൻ വരയ്ക്കണം. എന്തിനാണ്? ഇവിടെ നിന്ന് ഇതുവരെ 2 ഇഞ്ച് എന്തെങ്കിലും നമുക്ക് ക്രോച്ചിന് കർവ് കൊടുക്കണം അല്ലേ? അങ്ങനെ അടയാളപ്പെടുത്തിയ ശേഷം ബോട്ടം ആയിട്ട് എന്ത് ചെയ്യണം? യോജിപ്പിച്ച് ഇവിടെ ഒരു ലൈൻ കൊടുക്കണം. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് എടുക്കാം. ഇനി എന്ത് ചെയ്യണം? ഈ ബോട്ടം ഭാഗം ജോയിൻ്റ് ആയിട്ടുള്ള ഭാഗവും നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് മാറ്റണം. കണ്ടല്ലോ? അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഒരു പാൻറ്റിൻ്റെ ഒരു സ്കെച്ച് കണ്ടല്ലോ? ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ തയ്ക്കാൻ നേരത്തെ എന്ത് ചെയ്യണം? ഈ ക്രോച്ചും കൂടെ പിടിച്ച് ആദ്യം എന്ത് ചെയ്യണം? സ്റ്റിച്ച് ചെയ്യണം അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ അവസാനം ഇങ്ങനെയൊക്കെ പിടിച്ച് മടക്കി അടിച്ച് വരുമ്പോൾ നമുക്ക് എന്താണ്? ഒരു പാൻറ്റ് ഇവിടെ റെഡിയായി കിട്ടും അല്ലേ? അപ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റ് എന്ത് ചെയ്തു? ഇവിടെ റെഡിയായോ? നിങ്ങൾ വെട്ടി നോക്കിയെത്തില്ലേ? നിങ്ങൾ അളവിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇങ്ങനെയൊക്കെ വെട്ടി നോക്കണം. പേപ്പറിലൊക്കെ ലൈനിങ് തുണിയിലൊക്കെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്? നമുക്ക് കട്ടിങ്ങിൽ കംപ്ലൈൻറ്റ് വന്നാലും കുഴപ്പമില്ല, നമുക്ക് വേറെ തുണി മാറ്റിയിട്ട് അടുത്ത് വേറെ തുണി വെച്ച് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ കുറഞ്ഞ തുണി, വിലയുള്ള തുണി വാങ്ങിക്കൊണ്ട് വന്ന് കട്ട് ചെയ്ത് അതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? നല്ലതിലേക്ക് പോകാവൂ കേട്ടോ. അപ്പം ഇതിൻ്റെ ക്ലോത്തിലെ കട്ടിങ് നാളെ കാണിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.